എൻ്റെ ഈ പുറകെ കാണുന്ന കാടല്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? പക്ഷേ ഈ മെയ് 1-ാം തീയതി വർഷത്തിലൊരിക്കൽ മാത്രം കയറാവുന്ന ഒരു കാടുണ്ട്. അത് 15 കിലോമീറ്റർ ഉള്ളിലേക്ക്, അതും ഫ്രീ ആയിട്ടും അല്ലാതെയും. അതായത് ചിത്ര പൗർണമി നാളിൽ മംഗളാദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഉത്സവമുണ്ട്. ഒരു ആത്മീയ യാത്രയും അല്ലെങ്കിൽ ഒരു ട്രക്കിംഗ് സ്പോട്ടും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് എങ്ങനെ എത്തിച്ചേരാം. ഈ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ കുമളിക്കടുത്തുള്ള പെരിയാർ ടൈഗർ റിസർവിനകത്താണ്. വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന ഈ ക്ഷേത്രം ഒരു വനക്ഷേത്രം കൂടിയാണ്. സീ ലെവലിന് ശേഷം 4386 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും സംയുക്തമായിട്ടാണ് ഈ ക്ഷേത്രോത്സവം കൊണ്ടാടുന്നത്. മേടമാസത്തിലെ ചിത്ര പൗർണമി നാളിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ തമിഴ്നാട്ടിലുള്ളവരും കേരളത്തിൽ വന്നിട്ടാണ് കയറി പോകുന്നത്. അതായത് ജീപ്പ് സർവീസ് ഉള്ളത് കേരളത്തിൽ മാത്രമാണ്. തമിഴ്നാട്ടിൽ നടന്ന് കയറാൻ മാത്രമേ കഴിയുള്ളൂ. ഇവിടെയാണെങ്കിൽ 3 മാർഗ്ഗം നമുക്ക് കയറാവുന്നതാണ്. ഒന്ന് രാവിലെ കുമളിക്കടുത്ത് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ ജീപ്പ് സർവീസ് ഉണ്ട്. ഒരാൾക്ക് 200 രൂപയാണ് വൺ സൈഡ് പോകാൻ കഴിയുന്നത്. പക്ഷേ രാവിലെ തന്നെ വലിയ ക്യൂ ആയിരിക്കും. അതുകൊണ്ടാണ് തലേദിവസം വന്ന് ലോഡ്ജ് എടുക്കണമെന്ന് ഞാൻ പറയുന്നത്. തലേദിവസം ലോഡ്ജ് എടുത്താൽ നിങ്ങൾക്ക് എളുപ്പം അങ്ങോട്ട് പ്രവേശിക്കാവുന്നതാണ്. അതല്ല ഒരു ഫുൾ ജീപ്പ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ അങ്ങനെയാണ് പോയത്. അപ്പോൾ ഏകദേശം 4000-5000 രൂപ വരും. അന്ന് പോയ ജീപ്പ് ഡ്രൈവറിൻ്റെ നമ്പർ കൊടുക്കുന്നത് ജോമേഷ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതല്ലെങ്കിൽ ചെക്ക് പോസ്റ്റിന് ശേഷം 15-14 കിലോമീറ്റർ നടക്കാനുണ്ട്. ഒരു നല്ല ട്രക്കിംഗ് ആണ്. നല്ലോണം പൊടി ഉണ്ടാവും. അതുകൊണ്ട് 3 മാസമെങ്കിലും കരുതണം. വെള്ളമൊക്കെ ഇടക്കിടക്ക് ഫോറസ്റ്റുകാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കൽ മാത്രം തുറക്കുന്ന മംഗളാദേവി കണ്ണകി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് സന്ദർശനം നടത്താവുന്നതാണ്. നല്ല ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു നിമിഷത്തിലൂടെ കടന്നു പോകാം. പിന്നെ ഒരിക്കൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു ദൃശ്യഭംഗിയും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്താൽ നിങ്ങളുടെ ആ യാത്ര ഭംഗിയായിട്ട് അവസാനിപ്പിക്കാം. മറ്റു വിശേഷമായി വീണ്ടും വരും. അതുവരെ നമസ്കാരം.